Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ കാശ്മീരി സ്റ്റൈലുള്ള രാജ്മ മസാലയുടെ റെസിപ്പി കാണാം. അപ്പോൾ കാശ്മീരി സ്റ്റൈലിൽ നമ്മൾ രാജ്മ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് രാജ്മ യൂസ് ചെയ്യുന്നത്. നല്ല ഡാർക്ക് റെഡ് ആയിട്ടുള്ള അധികം വലിപ്പമില്ലാത്ത ഈ ഒരു സൈസിലുള്ള രാജ്മ. പല തരത്തിൽ നമുക്ക് രാജ്മ കിട്ടും. ഇത് തന്നെ വലുത് കിട്ടും. കൂടാതെ ഒരു വൈറ്റ് കളറിലുള്ള ചെറിയൊരു റെഡ് മാർക്കുള്ള രാജ്മ കിട്ടും. രാജ്മ ചിത്ര എന്ന് പറയും. അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാശ്മീരി സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്യുമ്പം ഈ രാജ്മ ഉണ്ടെങ്കിൽ ഇതാണ് നല്ലത്. അപ്പോൾ ഇത് ഒരു കപ്പ് എടുക്കുക. രാജ്മ നമ്മൾ 200 ഗ്രാമാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു കപ്പ് ഓവർനൈറ്റ് സോക്ക് ചെയ്യുക. ഒരു രാത്രി മുഴുക്കെ സോക്ക് ചെയ്യുക. ഞാനങ്ങനെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു 3.5 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യുക. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. പ്രഷർ കുക്കറിലേക്ക് ഈ വെള്ളത്തോടു കൂടെ തന്നെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇടാനുണ്ട്. അതിനായിട്ട് 2 ബേ ലീഫ്, 2 ഗ്രാമ്പൂ, ബ്ലാക്ക് കാർഡമം കറുത്ത ഏലയ്ക്ക 2 എണ്ണം, സാധാരണ കാർഡമം ഗ്രീൻ കാർഡമം 2 എണ്ണം, കുറച്ച് വളരെ കുറച്ചൊരു 1/8 ടീസ്പൂൺ കാണും ഉലുവ, 2 കുരുമുളക്, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ. ഉപ്പ് നമുക്ക് അത് ആവശ്യത്തിനുണ്ടാവില്ല. അപ്പം ചെറിയൊരു ഉപ്പിന് വേണ്ടിയിട്ട് നമ്മൾ രാജ്മയിൽ 1/2 ടീസ്പൂൺ ഇട്ടാണ് വേവിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിലും കൂടെ കുക്ക് ചെയ്യുക. രാജ്മ കുക്ക് ചെയ്തു. ഇനി ഇതിന്റെ പ്രഷർ മൊത്തം പോകണം. അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. രാജ്മ മസാല ഉണ്ടാക്കാനായിട്ട് ഈ കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് ഓയിൽ, 3 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ കാശ്മീരി സ്റ്റൈലിൽ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ എപ്പോഴും മസ്റ്റേർഡ് ഓയിലാണ് ഉപയോഗിക്കുക. അപ്പോൾ മസ്റ്റേർഡ് ഓയിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നന്നായിട്ടൊന്ന് പുകയണം, ഒന്ന് സ്മോക്ക് ചെയ്യണം. അതുവരെ നന്നായിട്ട് ചൂടാക്കുക. അങ്ങനെ വരുമ്പോൾ അതിനൊരു സ്ട്രോങ് ഒരു ഫ്ലേവർ ഉണ്ട്. അതൊന്ന് കട്ട് ചെയ്യാനായിട്ടാണ്. ഇതേപോലെ എണ്ണ ഒന്ന് സ്മോക്ക് ആവണം. അതിനുശേഷം തീ കുറച്ച് വെക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ജീരകം ചേർക്കാനായിട്ടുണ്ട്. എപ്പോഴും ഓർക്കുക, ഇത്രയും നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ നമ്മൾ ജീരകം ഇടും പെട്ടെന്ന് കരിയും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ സവോള ഇതിനകത്തേക്ക് ചേർക്കും. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ഷാജീരകം, 1/4 ടീസ്പൂൺ സാധാരണ ജീരകം, ക്യുമിൻ സീഡ്സ്, ഒരു വലിയ സവോള ചെറുതായിട്ട് നുറുക്കി, ഇതിലേക്ക് ഒരു ബേ ലീഫും കൂടെ ചേർക്കാം. ഈ സവോള ലൈറ്റ് ബ്രൗൺ കളർ ആവണം. അതുവരെ വഴറ്റിയെടുക്കുക. സവോള ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഹീപ്ഡായിട്ട് എടുത്തേക്കുന്നത്. 8 ഗ്രാം വീതം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർക്കാനായിട്ടുണ്ട്, മസാല ചേർക്കാനായിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണാണ്. എൻ്റെ ഇരിക്കുന്ന 1/2 ടീസ്പൂണാണ്. അതുകൊണ്ടാണ് 4 പ്രാവശ്യം ഇട്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ക്യുമിൻ സീഡ്സ്, പെരുംജീരകം ഫെനൽ പൗഡർ 1/4 ടീസ്പൂൺ, ഒരു 1/8 ടീസ്പൂൺ 1/4 ടീസ്പൂണിൻ്റെ പകുതി കായംപൊടി. ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നുണ്ട്, ഉള്ളിയൊക്കെ വറന്ന് കിടക്കുന്നുണ്ട്, പെട്ടെന്ന് ഇത് ബേൺഡ് ആവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഉടനെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം.
ഒരു ടൊമാറ്റോ, മീഡിയം സൈസുള്ള ടൊമാറ്റോ പ്യൂറി ചെയ്തതാണ്. ഞാൻ എടുത്തേക്കുന്നത് ഈ സൈസിലുള്ള ഒരു ടൊമാറ്റോയാണ് എടുത്തത്. ഈ സൈസിലുള്ള ടൊമാറ്റോ വെറുതെ മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ്. ടൊമാറ്റോ ചേർത്തിട്ട്, ടൊമാറ്റോ പ്യൂറി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് തൈര് ചേർക്കുക. രണ്ട് ടേബിൾ സ്പൂൺ തൈര്. തൈര് ചേർത്ത ഉടനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. അപ്പോൾ തൈര് ചേർത്ത ശേഷം 2-3 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് രാജ്മ ചേർക്കാം. പ്രഷറെല്ലാം പോയിരിക്കുകയാണ്. നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ് രാജ്മ. നന്നായിട്ട് വെന്തു. എന്നാൽ അധികം ഉടഞ്ഞു പോയിട്ടുമില്ല, ആ രീതിയിൽ കിട്ടി. പിന്നെ അത് കിടക്കുന്ന ഹോൾ സ്പൈസസ് നമുക്ക് മാറ്റാം, ആവശ്യമില്ല. രാജ്മ തന്നെയായിട്ട് ആദ്യം ഇടാം. ഒന്ന് 2 മിനിറ്റ് മസാല രാജ്മയിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് വഴറ്റുക. ഞാൻ എൻ്റെ സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ച് കുറച്ച് രാജ്മ ഒന്ന് ഉടക്കിയാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഹോളായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ രാജ്മ കുക്ക് ചെയ്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിനകത്ത് നമ്മൾ രാജ്മ കുക്ക് ചെയ്യാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇനഫ് ആയിരിക്കത്തില്ല. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് 3/4 ടീസ്പൂൺ. നന്നായിട്ട് ഇളക്കിയ ശേഷം തീ കുറച്ച് വെക്കുക. എന്നിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വെന്നിട്ടുണ്ട്. ഇത് റെഡിയാണ് കറി. ഇനി ഇതിന് തട്ക കൊടുക്കണം. ലാസ്റ്റ് ഇച്ചിരി ഗീ ചൂടാക്കി ഇതിനകത്തേക്ക് ഒഴിക്കും. അപ്പോൾ ഈ ഗീയുടെ തട്ക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു ഫ്ലേവർ കൊടുക്കും. 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കാം. അപ്പോൾ ഈ രാജ്മയുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഒത്തിരി തിക്കാൻ തോന്നുവാണെങ്കിൽ എപ്പോഴും വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എപ്പോഴും ഓർക്കുക, ഇരിക്കും തോറും തിക്കാവും. അപ്പം ചൂടോടെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പരുവം കറക്റ്റാണ്. അപ്പം ചൂടായ നെയ്യ് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം തിക്നെസ്സും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇരിക്കുമ്പോൾ നല്ല തിക്കാവും. ഞാൻ ഇത് കാണിച്ചേക്കുന്ന അളവ് രാജ്മ എന്ന് പറയുന്നത് നമ്മൾ 4 പേർക്ക് സെർവ് ചെയ്യാവുന്നൊരു പോർഷനാണ്. സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റോട്ടിയുടെ കൂടെ നല്ലതാണ്, നാൻ്റെ കൂടെ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ, പുലാവിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ്. ഇതേപോലെ രാജ്മ ചാവൽ നമ്മൾ സെർവ് ചെയ്യുന്നത് സാധാരണ റൈസിൻ്റെ കൂടെ, പ്ലെയിൻ റൈസിൻ്റെ കൂടെ രാജ്മയും കുറച്ച് അണിയൻസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.